വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജയ്സ് വ്ലോഗ്. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഞാൻ ഒരു കളിത്തമാശയ്ക്ക് വേണ്ടി എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്കകത്തെന്ന് വെച്ചാൽ ഞാൻ ഈ സാധാരണ യൂട്യൂബ് ചാനൽ പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഞാൻ കൂട്ടാണ്. അപ്പം ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനും ഇത്രയും കൂടെ ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്ക്. അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജയ്സ് വ്ലോഗ്. ഇന്ന് ഞാൻ ഒരു അടിപൊളി എന്ന് വെച്ചാൽ ഒരു അടിപൊളിയാണ് വീഡിയോ ഇടാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, എൻ്റെ ഉമ്മയുടെ ഗാർഡനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പാസേജിലേക്ക് പോകാം. പാസേജ് ഞങ്ങൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അപ്പം ഫസ്റ്റ് ഇതാണ്. എനിക്കിതിൻ്റെ പേരറിയിച്ചാൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് നമുക്ക് പുല്ലിലേക്ക് പോകാം. പുല്ല് ഒരു ഹാങ് പ്ലാന്റ് ആയിട്ട് പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് നമ്മൾ ഹാങ് പ്ലാന്റ് ആയിട്ട് ഇടുമ്പോൾ നല്ല രസമാണ്, കിളിച്ച് വരും. അപ്പം ഞാൻ നെക്സ്റ്റ് പുല്ലാണ് കാണിക്കുക. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് കുറേ സൈസിലുണ്ട്, പക്ഷേ ഇതെന്ന് വെച്ചാൽ വെള്ളയ്ക്കകത്ത് പച്ച കുത്തുകുത്ത് വരുന്നതാണ്. കണ്ടതാണ്, നല്ല രസമാണ് കാണാൻ. കുറേ ഇനി നമുക്ക് മണ്ണിലേക്ക് ഇറങ്ങി പോകാം. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ടാപ്പ്. വെളിയിൽ തന്നെ ഒരു ടാപ്പ് ഉണ്ട്, അതിൻ്റെ അടുത്ത് കുറച്ച് ചെടികൾ ഇരിപ്പുണ്ട്. ഒരു മൂട് വലിയ കുറേ മൂട് വന്നപ്പോഴത്തേക്ക് ഉമ്മയും പലതിൻ്റെ അകത്തും അങ്ങ് ആക്കി. അതുകൊണ്ടാണ് ഇത്രയും കളക്ഷൻസ് ഉമ്മയ്ക്ക് വരാൻ കാരണമുള്ളതും. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് 10 മണിയാണ്, നമ്മുടെ സ്വന്തം 10 മണി. അപ്പം ഞാൻ 10 മണി കാണിച്ച് കഴിയുമ്പോൾ ഉള്ളത് ഇതിപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് അങ്ങ് വാടിപ്പോയി. അത് കാരണം ഞാൻ മഴ സമയം ആയതുകൊണ്ടാണ് ഉമ്മി പലതും എടുത്ത് മാറ്റിയത്. മഴ സമയമാകുമ്പോൾ എല്ലാം അങ്ങ് അളിഞ്ഞു പോകും. ഞാനപ്പം വോളിൽ കുറച്ച് ഹാങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതാണിത്. ഇത് കുറച്ച് മുമ്പ് നമ്മൾ അപ്പുറത്ത് കണ്ട ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് എത്രയും കൂടുതൽ പ്ലാന്റ്സിന് പേരറിയാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു 2 ഗാർഡൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഗാർഡൻ, അടിപൊളി ഗാർഡനാണ്. പറയുവാണെങ്കിലും ഉമ്മയെ പൊക്കി പറയുവാൻ നിങ്ങൾ വിചാരിക്കില്ലേ. എൻ്റെ ഉമ്മ നല്ലപോലെ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാമോ, ഇത് തന്നെ നോക്ക്, എന്തൊരു നല്ല ചെടിയാണ്. നോക്കും, ഇതിവിടെ തിരിച്ചു വെച്ചില്ലെങ്കിൽ ഉമ്മേനെ പനിക്കിടും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വെക്കാൻ പോവാണ്. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സൈസിലെ ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷെ പൂ വരുന്ന ഞാൻ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കിളിച്ച് ഈ പൂവിൻ്റെ സമയമായിട്ടില്ല, ഇതിൻ്റെ പൂവിൻ്റെ സമയമായിട്ടില്ല. അപ്പം ആ സമയമാകുമ്പോൾ ഞാൻ നല്ല വീഡിയോ ഇടാം. അപ്പം ആ വീഡിയോ ഞങ്ങളിപ്പം മറക്കാതെ കാണണം. പിന്നെ ഈ ചെടിയില്ലേ, ഈ ചെടിയുടെ നല്ലപോലെ വലിയ ഒരെണ്ണത്തിൻ്റെ അകത്ത് വെച്ചേക്കുന്നതാണ് കണ്ടത്, കണ്ടോ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ഇത് നമുക്ക് വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ഒരു സൈസിലെ ചെടിയാണിത്. ഇത് ഞാൻ കാണിച്ചു തരാം. വീടിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്, എൻ്റെ സിറ്റൗട്ടിലായിട്ട് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഇതിൻ്റെ പേരും എനിക്കറിയില്ല, പക്ഷേ പൂവ് കണ്ടു 2 സൈസ് കളറാണ് ഒരെണ്ണത്തിൻ്റെ അകത്ത് തന്നെ വരുന്നത്. യെല്ലോയും ഓറഞ്ചും ആണ് വരുന്നത്. പിന്നെ വരുന്ന ഒരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പൂവൊന്നും കിളിക്കാറില്ല. നെക്സ്റ്റ് ബീട്രൂട്ട് കളർ ചെടി, നല്ല രസമാണ് കാണാൻ തന്നെ. ഇത് എൻ്റെ ഫേവറേറ്റ് ചെടിയാണ്. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മാജിക് ചെടിയാണ്. കാരണം ഓരോരോ ദിവസമാകുമ്പം വലിയ പൂവാകും. പിന്നെ ഈ സൈഡ് ഇപ്പം ഉണങ്ങിപ്പോയി, അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഓരോരോ ദിവസത്തെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഞാൻ ഇട്ടേക്കാം. പിന്നെ ഇത് സാധാ ചെടിയുടെ കൂട്ടൊന്നുമല്ല, ഒരു ദിവസം വരുന്നതായിട്ട് പെട്ടെന്ന് അങ്ങ് വാടിപ്പോകുന്ന സൈസല്ല ഇത്. അപ്പം ഇത്രയുള്ള എൻ്റെ ഉമ്മയുടെ ഈ ഗാർഡനെ പറ്റി. നമുക്കിനി അടുത്ത ഗാർഡനിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ സൈഡിൽ തന്നെ വേറെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതൊക്കെയാണിത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ മണി പ്ലാന്റ് പല സൈസിലുണ്ടെന്ന്. ഇത് ഫസ്റ്റ്, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, 3 സൈസിലാണ് ഞാൻ കാണിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല, അതാണ് ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളടുത്ത് പാസ് ചെയ്ത് തൂക്കിയിട്ടപ്പം പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ കൊടുക്കണമെന്ന്. പിന്നെ ഇതും എനിക്കറിയില്ല കേട്ടോ. പിന്നെ വേറെ എനിക്ക് മണി പ്ലാന്റ് ഇത് കാണാൻ നല്ല രസമൊക്കെ കിളിച്ച് താഴോട്ട് നിൽക്കുമ്പം
നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ഇലച്ചെടിയാണ്. ഇവിടെ കുറേ ഇലച്ചെടികളുണ്ട് കണ്ടോ, പക്ഷെ ഇതൊക്കെ കണ്ട് പൊഴിഞ്ഞു പോയില്ല, ഇത് കുഴപ്പമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇത് സാധാരണ ബീച്ച് സൈഡിലൊക്കെയാണ് നമ്മളിത് കുറേയും കാണുന്നത്. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഓർക്കിഡാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് പൂ വരാൻ സമയമായിട്ടില്ല. പൂ വരുമ്പം ഞാൻ ഇതിൻ്റെയും വീഡിയോ ഞാൻ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചിടാം കേട്ടോ. നെക്സ്റ്റ് ഇതൊരു മാജിക് ചെടിയാണ്. വെയിലത്ത് വെക്കുമ്പോൾ ഈ പച്ച കളർ ലീഫ് ചുമപ്പ് കളറായി വരും. അതാണ് ഞങ്ങൾ മാജിക് ലീഫ് എന്ന് വിളിക്കുന്നത്. ഇതും പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ഇല്ലേ, അതുകൂട്ടത്തെ ഒരു ചെടിയാണിത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് മണി പ്ലാന്റ് ആണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ സെക്കൻഡ് ഗാർഡൻ. അപ്പം ഇതാണ് സെക്കൻഡ് ഗാർഡൻ. ഇതിൻ്റെ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പുല്ല് നിങ്ങൾക്കറിയാമല്ലോ ഇത് എവിടെയൊക്കെ നല്ലപോലെ നിൽക്കുന്നതെന്ന്. അപ്പം ലീഫ് കിടക്കുന്നു, അതൊക്കെ എടുത്ത് നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഇലച്ചെടികളാണ്. ഇവിടെ പകുതി മുക്കാലും ഇലച്ചെടികളാണ് നിൽക്കുന്നത് കണ്ടോ. ഇത് ഇത്ര ഇലച്ചെടികളാണ്, എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല അങ്ങനെ. പിന്നെ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഉമ്മ സൈഡിൽ കിടന്നപ്പോൾ എടുത്ത ഒരു സാധനമാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, തടിയാണ്. പിന്നെ നെക്സ്റ്റ് ഇത് നമ്മൾ കുറച്ച് മുമ്പേ ഫസ്റ്റ് ഗാർഡൻ്റെ അത് കണ്ടതാണ്. അത് നല്ലപോലെ കട്ടിക്ക് പിടിച്ച് നിൽക്കുന്നതാണ്. പിന്നെ ഇത് പുല്ല്, പിന്നെ ഇതിൻ്റെ പേരെനിക്ക്. അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഒരു ഇലച്ചെടിയാണ്. ഇതിൻ്റെയും എനിക്കറിയില്ല കേട്ടോ. പിന്നെ പുല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ഇലച്ചെടി വെച്ചപ്പോൾ ഉണ്ട്. പിന്നെയും പുല്ല്, ഇവിടെ കൂടുതലും പുല്ലാണ്. പിന്നെ ദാണ്ട നല്ല കട്ടിക്ക് പിടിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഗാർഡൻ്റെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നല്ല കട്ടിക്ക് പിടിച്ച് നിൽക്കുവാണ് കണ്ടോ. അപ്പം ഇത്രയുമാണ് എൻ്റെ ഉമ്മയുടെ ഗാർഡൻ. അപ്പം ഉമ്മി പ്ലാവിൽ കുറച്ച് ഹാങ് പ്ലാന്റ്സ് ഇട്ടപ്പോൾ ഉണ്ട്. ഇത് ഇതാണ് ഇങ്ങോട്ട് അടിക്കുമ്പോഴേ കാണാതെ കണ്ണ് നിറഞ്ഞു വരുന്നത്, കരയണ്ട. പിന്നെ ഇത് ഓർക്കിഡാണ്. ഇതിൻ്റെ പൂവുണ്ടായിരുന്നു, പക്ഷെ അത് വാടിപ്പോയി, കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ 2 എണ്ണം മണി പ്ലാന്റ് ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതെനിക്കറിയില്ല, ഒരുമാതിരി ഒരു വയലറ്റ് കളറുള്ള ചെടിയാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മണി പ്ലാന്റ്. കണ്ടോ, മണ്ണിലൊക്കെ എഴഞ്ഞു നടക്കുകയാണ്, പാമ്പിൻ്റെ കൂട്ട് എഴഞ്ഞു. പിന്നെ ഉമ്മ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി കയറ് കെട്ടി ചെയ്ത് വെച്ചതാണ്. കണ്ടോ, എഴഞ്ഞു നടക്കുന്ന കണ്ടോ, താഴോ വഴി എഴഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളും ഇത് കൂട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളും ഒരു വീഡിയോ ഇത് കൂട്ട് ഇടുക. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ അടീനിയ സെക്ഷനാണ്. ഇവിടെ അടീനിയ എന്ന് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അതെന്ന് വെച്ചാൽ ഇപ്പം മഴ സമയമായതുകൊണ്ട് ഉമ്മ ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. എന്തായാലും ആ സമയമാകുമ്പോൾ പൂ വരത്തില്ല, അതിന് പകരമായിട്ട് പൂ പോത്തതേ ഉള്ളു. അത് കാരണം ഉമ്മി കട്ട് ചെയ്ത്. അപ്പം ഇപ്പം ഇത് കിളിച്ച് വരുന്നുണ്ട്. പൂവിൻ്റെയൊക്കെ ആവുന്നോന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇലയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നിങ്ങളും ഇങ്ങനെ തന്നെ മഴ സമയമാകുമ്പോൾ നിങ്ങളും കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. ഇത് ഞങ്ങൾ വിൻഡോറിൻ്റെ അടുത്ത് വെച്ച കുറച്ച് ചെടികൾ. ഇത് ഞാനിപ്പം കാണിക്കുന്ന എല്ലാം നമ്മൾക്ക് വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ചെടികളാണ് കേട്ടോ. ഇതൊരു ഇലച്ചെടിയാണ്, പക്ഷേ ഇത് നമുക്ക് അകത്ത് വെക്കാൻ പറ്റൂല. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടേപ്പോണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തന്നെ മിക്സായിട്ട് ഒരു ചിരട്ട ഡെക്കറേഷൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അത് ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സിറ്റൗട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ, ആ ഇലച്ചെടി തന്നെയാണിത്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഞാൻ മേളിൽ തൂക്കിയിട്ടേപ്പോണ്ട്. അതാണ് ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണുന്നത്. അപ്പം ഇവിടെ കുറച്ച് മുമ്പ് കണ്ടതിൻ്റെ തൊട്ട് അടീനെയാണ്. ഇതും വെട്ടിയാണ്ട് കണ്ടോ, മുളച്ച് വരുന്നതേ ഉള്ളൂ, മുളച്ച് വരുന്നതേ ഉള്ളൂ, മുളച്ചു. അപ്പം പിന്നെ താണ്ട് നോക്ക് കണ്ടോ, ഇവിടെ സ്ഥിരം ഇളക്കിയിടാറുള്ളതാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത്. സ്ഥിരം രാത്രിയാകുമ്പോൾ ഇളക്കിയിടാറുള്ളതാണ്. എൻ്റെ ഇക്കായ്ക്കും ഇത്തയ്ക്കും ഇത് എപ്പോഴും ഇളക്കി കളയേണ്ട ആവശ്യമുണ്ട്. അത് കാരണം അവർക്ക് ഭയങ്കര ഷോക്കാണ്, എന്ത് ചെയ്യാൻ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ പുല്ല്. പിന്നെ 2 ഇലച്ചെടിയാണിത്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇങ്ങോട്ടിനി എനിക്കൊന്നും അറിയത്തില്ല.
ഇത് നമ്മൾ ചിലതൊക്കെ നമ്മൾ ഫസ്റ്റ് ഗാർഡൻ്റെ അകത്ത് കണ്ടതാണ് കേട്ടോ. സെക്കൻഡ് ഗാർഡൻ്റെ അകത്ത് ഞാൻ ഇതൊന്നും വെച്ചപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇത് മഴയായതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് പൂവില്ലാത്തത്. പക്ഷെ നല്ല വെയിലാവുമ്പം ഭയങ്കരമായിട്ട് പൂ പിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന കാർ പോർച്ചിൻ്റെ അടുത്തുള്ളതാണ്. ഇത് നമ്മൾ കണ്ടതാണല്ലോ കുറച്ച് മുമ്പേ. പിന്നെ വേറെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ, പലതിൻ്റെയും പേരെനിക്കറിയില്ല. പിന്നെ കുഴപ്പമില്ല, ഇത് നോക്ക്, ഇത് കണ്ടോ, താഴെ വഴി എഴഞ്ഞ് നടക്കുകയാണ്. കണ്ടോ, നമ്മുടെ സ്വന്തം മണി പ്ലാന്റ് കണ്ടോ. ഞാനൊരു ഫർണിക്കകത്താണ് വെച്ചത്. കണ്ടോ, മുടി കൂട്ടുണ്ട്. അപ്പോൾ ഇത് ഫർണിക്കകത്താണ് ഞാൻ വെച്ചെടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് എൻ്റെ ഇക്കായ്ക്ക് എപ്പോഴും എടുത്ത് കളയണമെന്ന്. ആ ചെടിയാണ് ഇത്. കണ്ടോ, നല്ല രസവും കാണാം. അതുകൊണ്ടാണ് എപ്പോഴും ഇവർ രണ്ടുപേരും ഇളക്കി കളയുന്നത്. അത് തന്നെ ഞാൻ രണ്ടെണ്ണം ഇവിടെ ഒരുമിച്ച് വെച്ചപ്പോൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഈ ഹാങ് പ്ലാന്റിൻ്റെ അത് പകുതിയും എനിക്കറിയാത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് പുല്ലൊരു ഇതായിട്ട് തോന്നത്തില്ലെന്ന്. പക്ഷെ പുല്ല് നമുക്ക് നല്ല രസം കേട്ടോ. അത് കിളിച്ച് വന്ന് വെട്ടി ലെവലാക്കി കൊടുക്കും. ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഒത്തിരി കെയർ കൊടുക്കണ്ട, പക്ഷേ ചെറുതായിട്ട് കെയറും കൊടുക്കണം. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാ ഹാങ് പ്ലാന്റ്സും ഇങ്ങനത്തെ തന്നെയാണ്. ഇപ്പം കൊറോണയൊക്കെ അല്ലേ, വെളിയിലിറങ്ങി ഇതിനൊരു ഇച്ചിരി വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വായുവിനാണ് കൊറോണ നമ്മളെ വന്ന് കണ്ട് ഇങ്ങനെ ബാധിക്കുന്നത്. കൊറോണ 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 എന്ന മഹാമാരി കേട്ടിട്ടേ പേടിയാവുന്നല്ലേ. എനിക്ക് പക്ഷെ പേടിയായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ജാഗ്രത പാലിക്കണം കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഗാർഡൻ ഐറ്റംസ് അല്ല, എൻ്റെ ഇക്കാടെ സ്വന്തം ഫിഷ് ടാങ്കാണ്. അപ്പം നമുക്കത് കാണാൻ പോകാം. അപ്പം ഞാൻ സ്ഥിരം ഇങ്ങനെ ഫിഷ് ഫുഡ് ഇടാറില്ല, അല്ലാതെ ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ളതാണ്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇട്ട് കൊടുക്കുക. അതാണോന്ന് അറിയത്തില്ല, കുറേ മീൻ ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഞങ്ങൾ ഫിഷിനെ ഒന്നും കാണുന്നില്ലല്ലോ, ഇപ്പം ഫിഷ് ഓടി വരുന്ന കാണാം. കണ്ടോ, കുറേ ഫിഷ് വന്ന് എടുത്തുകൊണ്ട് വന്നൊക്കെ കാണാൻ. കണ്ടോ, പക്ഷേ നിങ്ങൾ ക്ലിയർ അല്ലായിരിക്കും, നിങ്ങളൊന്ന് ക്ഷമിക്കണം. അതിൻ്റെ അകത്ത് കുറേ നല്ല മീൻസൊക്കെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റി ഉണ്ട്. ഗോൾഡൻ ഗപ്പി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. ഗോൾഡൻ ഗപ്പി ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്. കണ്ട, ഞാൻ പറഞ്ഞില്ല 100 ഐസ് അതാണ്ട് വന്നപ്പോൾ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇക്കാടെ ഫിഷ് ടാങ്കിനെ കുറിച്ച് എനിക്ക് പറയാം. ഈ നെക്സ്റ്റ് നമ്മൾ അകത്തോട്ടാണ് പോകാൻ പോകുന്നത്. അകത്തും കുറേ പ്ലാൻ ആകെ അങ്ങോട്ട് കമോൺ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഉമ്മയുടെ അകത്തെയാണ്. അകത്ത് ഇതൊരു ആലോവേറയുടെ കൂട്ട് തോന്നും. ഫസ്റ്റ് എനിക്ക് തോന്നി ആലോവേറ ജെല്ല അതിൻ്റെ അത് കാണുന്നത്, പക്ഷേ അതൊരു സൈസിലൊരു ചെടിയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചെടിയൊന്നും എനിക്ക് അത്രയ്ക്ക് ഇതല്ല കേട്ടോ. ഈ അകത്തിരിക്കും ഇതൊരു മുള്ളുള്ള ചെടിയാണ്, പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ എൻ്റെ കൈക്കുത്തിക്ക് ഇത് പറിച്ചുകൊണ്ട് നടക്കണം. കണ്ടോ, ഇവിടെ ഉള്ള എല്ലാ ചെടിക്കകത്തും ഇത് നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ ഇതാണ്ട് കണ്ടോ, അങ്ങനെ എല്ലാത്തിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതും ഒരു മുള്ള് ചെടി കൂട്ടാണ്. എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് അത്രയ്ക്ക് ഇതല്ല. പിന്നെ ഔട്ട്ഡോർ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചിരട്ട ഡെക്കറേഷൻ ഞാൻ കാണിച്ചു തരാം. എന്താണ്ട് ഇതാണ്, ഇതൊക്കെ കരിഞ്ഞു പോകുന്ന ഇതൊക്കെ. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ വീതം ഒഴിച്ച് കൊടുക്കാം നമുക്ക് എപ്പോഴും. പിന്നെ നെക്സ്റ്റ് എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് കണ്ടോ, വെളിയിലത്തെ ഇല അകത്താണ് വന്ന് കിടക്കുന്നത്. കണ്ടോ, ഇത് നമുക്ക് ചുരുട്ടി കൂട്ടി വന്ന് അകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ചുരുട്ടി കൂട്ടി ഇവിടെ കൂടുതലും ഈ ചെടിയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, ഞാനിത് വെളിയിൽ കണ്ട് ഈ വീഡിയോ ആയിട്ടാണ് ഞാനിപ്പം കൂടുതലും വെള്ളോട്ട് ഇപ്പം ഇറങ്ങി എല്ലാം കാണിച്ചു തരുന്നത് വിശദമായിട്ട്. കണ്ടോ, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. കണ്ടോ, പിന്നെ ഇത് നോക്ക്, ഇതിൻ്റെയാണ് ഇത്രയും കിളിച്ച് വരുന്നത്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെയും പേരറിയില്ല എനിക്ക്. ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടേബിളിൻ്റെ മേളിലുള്ള ഡെക്കറേഷൻ ഞങ്ങൾ ഫർണിക്കകത്ത് വെച്ച ഒരു ചെടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും തിരിച്ചു വരും. അതുവരെ ബൈ ബൈ. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്
സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ അമർത്തി ടിങ് ടിങ് അടിക്കാൻ നിങ്ങൾ മറക്കില്ല. അടുത്തൊരു നല്ല വീഡിയോ